നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരായിരിക്കണം? ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും ഒരുപാട് പ്രത്യേകത സ്ക്രീനിൽ വെള്ളിത്തിരയിൽ സൃഷ്ടിച്ച ഒരു കലാകാരൻ. വില്ലനായും കൊമേഡിയനായും മലയാളിയെ രസിപ്പിച്ച, മലയാളിയെ ത്രസിപ്പിച്ച മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ക്യാപ്റ്റൻ രാജുവിനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും ഈ JB ജംഗ്ഷൻ എന്ന് പേരിട്ടതാരാ? അത് ഞാനിട്ടത് ആണോ? അതിനൊരു സല്യൂട്ട്. ആണോ? നല്ല പേരാണ്. നല്ല പേരാ JB ജംഗ്ഷൻ. ഇതൊരു ജംഗ്ഷനാണിത്. ഇത് കൂട്ടായ്മയാണെന്ന് അപ്പോഴേ അണ്ടർസ്റ്റുഡ് ആയല്ലോ. അതെ. തോക്ക് പിടിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ രാജു ഇപ്പോൾ ആത്മീയതയുടെ പാതയിലേക്ക് പരിപൂർണമായിട്ട് ലയിച്ചു ചേർന്നു. തോക്ക് പിടിച്ച കാലത്തും ആത്മീയത പരിപൂർണമായിട്ട് ഉള്ളിലുണ്ട്. വളരെ ചെറുപ്പകാലത്ത് തന്നെ അത് അമ്മയുടെ അപ്പൻ്റെ ഒരു മിടുക്കാത് ഉള്ളിലേക്ക് രക്തത്തിലേക്ക് കയറ്റി വിട്ടത് അവരാ, വളരെ ചെറുപ്പത്തിൽ തന്നെ. അത് മാറാനൊക്കെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊന്നും താങ്കൾ കാലിടറിയില്ല. ഇല്ല, ഒരിക്കലും പതറിയിട്ടില്ല. അല്പം കുരുത്തക്കേട് ചെയ്യുമ്പോൾ പോലും ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുരുത്തക്കേടിനെ പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ പിന്നെ കുരുത്തക്കേട് ഡിഫൈൻ ചെയ്യാൻ അങ്ങയോട് ചോദിക്കും ഞാൻ. അതെ, എന്റെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാല് രാജ്യായ സാധാരണഗതിയിൽ ചെറുപ്പക്കാരൊക്കെ ചെയ്യാവുന്ന ചില കുസറക്കൊള്ളി കാര്യങ്ങളുണ്ടല്ലോ. അതും റിലേറ്റീവാണ്. അത് ടോട്ടലി റിലേറ്റീവ്. ഒരുപക്ഷെ എൻ്റെ കണക്കിലെ കുരുത്തക്കേട് ക്യാപ്റ്റൻ രാജുവിൻ്റെ മനസ്സിൽ കുരുത്തക്കേട് ആയിരിക്കില്ല. ഇല്ല. ഇപ്പം എനിക്ക് ക്രിസ്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ 4 തലമുറയിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാനോ പ്രേമിക്കാനോ ഇടപെടാനോ ശാരീരിക ബന്ധങ്ങളൊന്നും പാടില്ലെന്നാണ്. അതേസമയം വേറൊരു മതത്തിലെടുത്താട്ടെ, സ്വന്തം അമ്മാവൻ്റെ മക്കളെ വിവാഹം കഴിക്കാൻ പെർമിറ്റഡാണ്. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം എനിക്ക് തമിഴ്നാട്ടിലാണെങ്കിൽ അത് കെട്ടാം. അതെ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ 4 തലമുറയിലുള്ള ആരും എനിക്ക് സഹോദരി മാതിരിയാണ്. അപ്പോൾ അവരോട് പോയി കുട്ടികളി കളിക്കാൻ പോകാൻ പറ്റുമോ? അപ്പം നിബന്ധനയ്ക്കുള്ളിൽ വളർന്നതുകൊണ്ട് പൊന്നു ബ്രിട്ടാസെ അങ്ങനെയുള്ള കൊച്ചു വൃത്തികേടിന് പോയിട്ടില്ല. തമാശ പറയുന്നതല്ല. ഐ വാസ് വെരി കെയർഫുൾ ഇവൻ്റെ എൻ്റെ ഓമ്മയുള്ള കാലം മുതൽ. അതിൻ്റെ കാരണക്കാർ അച്ഛനും അമ്മയോ. അമ്മ ഭയങ്കര കയ്യിൽ ഒരുപാട് മോതിരങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതിന് കാരണമുണ്ട്. എന്താണത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓരോ മോതിരത്തിൻ്റെയും പറയാം, പിന്നിൽ രഹസ്യം പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. കാലങ്ങൾ, ഈ നമ്മുടെ നക്ഷത്ര ഫലങ്ങൾ, ഇതൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. മോതിരം പുരുഷന്മാരുടെ കയ്യിൽ വെള്ളി മാത്രമേ പാടുള്ളൂ എന്ന്. എന്നാൽ ഇത് സ്വർണ്ണമല്ലെന്ന് ഉടനെ ചോദിക്കാം. അതിന് കാരണം വിശാഖ നക്ഷത്രത്തിൽ പിറന്ന ക്യാപ്റ്റൻ രാജുവിൻ്റെ ചൂണ്ടുവിരലിൽ ഇത് നമ്മുടെ യെല്ലോ സഫയർ എന്ന് പറയുന്നതാണ് ഈ മോതിരം. ഈ മോതിരം ഈ ചൂണ്ടുവിരലിൽ ഇടാവും. സ്വർണ്ണത്തിലായിരിക്കണം യെല്ലോ സഫയർ, വെള്ളിയിൽ കെട്ടരുത്. ബ്ലൂ സഫയർ വെള്ളിയിൽ കെട്ടാം. ഇത് അടുത്തത് വെള്ളിയാണ്. പുരുഷൻ്റെ കയ്യിൽ വെള്ളിയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം സയൻസ് പറയുന്നത് ഓപ്പോസിറ്റ് സെക്സിൻ്റെ അട്രാക്ഷൻ വരും. അവരൊരിക്കലും നമ്മളിത് കയ്യിലുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാൻ വരില്ല. ഇന്നത്തെ കാലമാണ്, പ്രത്യേകിച്ചും ആർക്കും എന്തും ചെയ്യാവുന്ന കാലമാണ്. അതായത് ഇതിട്ട് കഴിഞ്ഞാൽ വേറെ സ്ത്രീക്ക് താങ്കളോട് ഒരു ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം അത് ഫിസിക്കൽ സെൻസിൽ ആഗ്രഹം എന്ന് പറയുമ്പോൾ അല്ല, മനസ്സിലായി. നമ്മളൊരു റെസ്പെക്റ്റും സ്നേഹവും എല്ലാം വരും. പക്ഷെ എങ്കിൽ പോലും ആ സ്ത്രീക്ക് ഒരിക്കലും താങ്കളെ നശിപ്പിക്കാൻ കഴിയില്ല. പ്രയാസമാണ് ഇത് പ്രതിരോധമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സെക്കൻഡ് എനിക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരേ സമയത്ത് മറ്റ് സ്ത്രീകളുടെ ഒരുപാട് പരിലാളനയും സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അവർ കുഴിച്ച കുഴിയിൽ ചാടാൻ ആഗ്രഹമില്ല. അങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ടൊരു പരിലാളനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നൊന്നുമില്ല. അങ്ങനെ കിട്ടിയാൽ അത് വലിയ മഹത്വമാണ്. കാരണം ഇന്ന് ഞാനൊരു പൊതു പ്രോപ്പർട്ടിയാണ്. ഒന്നാമത് ഞാൻ ഓർത്തഡോക്സ് സഭയുടെ പ്രോപ്പർട്ടിയാണ് ഇപ്പം. അപ്പോൾ അതിനകത്തുള്ള ഇഷ്ടംപോലെ സ്ത്രീജനങ്ങളുണ്ട്. എനിക്ക് ആ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് എന്നുള്ള അങ്ങനെ വ്യത്യാസമില്ല. ഞാനിപ്പോൾ ബ്രിട്ടാസിൻ്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതേ രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുള്ളൂ. അതിൻ്റെ പെൺകുട്ടി ആയതുകൊണ്ട് 25 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? ആർമിയിൽ യൗവനത്തിൽ കത്ത് നിൽക്കുമ്പോഴും ഇങ്ങനെ. മലയാള സിനിമയിൽ ഒരുപാട് ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒരുപാട് ചെയ്തിട്ടില്ല. ഞാൻ റേപ്പ് ചെയ്തിരിക്കുന്ന ആ സീനുള്ളത് 1 or 2 സിനിമയിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് മോർച്ചറി, രണ്ടാമത്തെ രതിലയം. വേറെ ഒരിട്ട പടത്ത് ഞാൻ പോയിട്ടില്ല. പിന്നെ ഈ സിൽക്ക് സ്മിതയുടെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴോ? അത് രതിലയം. അതെ, അതിനകത്തൊന്നും അവളെ റേപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അവളെ കൊല്ലുക ഞാനങ്ങ്. എന്നെ നശിപ്പിച്ച സ്ത്രീത്വത്തോടുള്ള ഒരു വിരോധം കാണിക്കുന്ന ആ പടം. അത് സെക്ഷുവൽ അല്ലത്. ആ പടം മധുസാർ എടുത്ത പടമാണ് രതിലയം. സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. ഹിന്ദി, തമിഴ്, തെലുങ്കിൽ ഡബ് ചെയ്ത് പോയി. തിരിച്ചു വരാൻ വേണ്ടും.